ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. നാട്ടുകാരുടെ പരാതിക്ക് മറുപടിയുമായി വാർഡ് കൗൺസിലർ സായി കിരൺ. നാട്ടുകാരുടെ പരാതിക്ക് മറുപടിയുമായി വാർഡ് കൗൺസിലർ സായി കിരൺ ഒറ്റപ്പാലം നഗരസഭയിലെ 25, 26, 27 വാർഡുകളിലൂടെ കടന്നുപോകുന്ന ജൂബിലി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് കൗൺസിലർ സായി കിരൺ പറയുന്നത്. റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പെരുമാറ്റച്ചട്ടം മാറുന്നതോടെ പണികൾ ആരംഭിക്കുമെന്നും ഇതിനായി 10 ലക്ഷം രൂപ ഫണ്ട് വെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കാരണം ഈ കഴിഞ്ഞ 25-26 വർഷത്തെ സാമ്പത്തിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വാർഡിൽ 10 ലക്ഷം രൂപ ഉൾപ്പെടുത്തി ജൂബിലി റോഡ്, കോസ്റ്റൽ ക്വാർട്ടേഴ്സ് റോഡ്, നീലികാവ് റോഡ് എല്ലാം നവീകരിക്കുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് മുന്നേ ഉണ്ടായിരുന്ന സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെട്ട 11.5 ലക്ഷം രൂപയിൽ കോസ്റ്റൽ ക്വാർട്ടേഴ്സ് റോഡ്, വിഷ്ണു ക്ഷേത്ര റോഡ്, അതുപോലെ ജൂബിലി റോഡിലെയും പരിഗണിച്ചുകൊണ്ട് വർക്ക് തുടങ്ങാൻ പോവുകയാണ്. ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞാൽ, ഇപ്പോൾ ഇലക്ഷൻ്റെ ഭാഗമായി കൊണ്ടാണ് പണി നിർത്തിവെച്ചിരിക്കുന്നത്. ദിനാകരൻ എന്ന കോൺട്രാക്ടറാണ് ഈ ജൂബിലി റോഡിൻ്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. അത് മീറ്റിലേക്ക് പോകുന്ന പാടത്തെ ആ പ്രദേശത്തുള്ള റോഡ് ഒരു മാസത്തിലൂടെ കഴിഞ്ഞാൽ വർക്ക് തുടങ്ങാൻ പോവുകയാണ്. കഴിഞ്ഞ 20 വർഷമായി ഈ വാർഡുകൾ ഭരിച്ചിരുന്ന കൗൺസിലർമാർ ഇതിനായി ഫണ്ട് കണ്ടെത്തിയില്ല എന്നും ചോദിച്ചപ്പോൾ MLA ഫണ്ട് വെച്ച് നവീകരിക്കാൻ പറയുകയും ചെയ്തിട്ടുള്ളതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ആരാണ് ഈ പ്രദേശത്ത് കൗൺസിലർമാരായിട്ടുണ്ടായിരുന്നത്? എന്തുകൊണ്ട് ഇവർക്ക് സംയുക്തമായിട്ട് ഈ വാർഡിൽ ഈ റോഡിന് വേണ്ടി ഫണ്ട് വയ്ക്കാൻ കഴിഞ്ഞില്ല? ഇത് ചെയ്യേണ്ടതല്ലേ? ഇത് മുനിസിപ്പൽ റോഡല്ലേ? അപ്പോൾ ഈ കൗൺസിലറുമായി ബന്ധപ്പെട്ട് പല രീതിയിലും അന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങളുടെ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തുകൂടെ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് UDF ഈ റോഡ് ടെൻഡർ എടുത്തു എന്നുള്ള വ്യാജ പ്രചരണമായാണ് വോട്ട് ചോദിച്ചതെന്നും എന്നാൽ ആ വർക്ക് മറ്റൊരു റോഡിന് വകമാറ്റിയെന്നും സായി കിരൺ ആരോപിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ സമയത്തൊക്കെ വലിയ ചർച്ചയായിരുന്ന ഒരു വിഷയമാണ് ജൂബിലി റോഡിലേക്ക് ഫണ്ട് വെച്ചിട്ടുണ്ട്, കൃഷ്ണപ്രസാദ് എന്ന് പറയുന്ന ഒരാൾ കോൺട്രാക്ട് ഏറ്റെടുത്തിട്ടുണ്ട്, വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. എവിടെയാണ് ആ വർക്ക് നടന്നത്? ഈ വർക്ക് എനിക്ക് മനസ്സിലാവുന്നത് വക മാറ്റിക്കൊണ്ട് കുമ്പാരംകുന്ന് പ്രദേശത്തേക്ക് മാറ്റി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിനെക്കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ആ കൗൺസിലർ ആ പ്രദേശത്തേക്ക് മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഈ 19-ാം മൈലിലെ 27-ാം വാർഡിൻ്റെ ഭാഗമായിട്ടുള്ള മാതശ്ശേരി കോളനിയിലെ മുഴുവൻ ആളുകളെയും അവഗണിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തി നടത്തിയിരിക്കുന്നത്. മഴക്കാലത്തിന് മുൻപേ തന്നെ 70% പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മഴക്കാലത്തിന് മുന്നേ തന്നെ ആ വർക്കുകൾ തുടങ്ങാനും അതിന് മുന്നേ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്.